അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവാഗതനായ ഉല്ലാസ് ചെമ്പന്റെ ഡയറക്ഷനിൽ ചെമ്പൻ വിനോദ്, ലുക്മാൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പീരീഡ് ക്രൈം ഡ്രാമ മൂവിയാണ് അഞ്ചക്കള്ളക്കൊക്കാൻ. ഒരു കൊലപാതകത്തിന്റെ ഭാഗമായി കേരള കർണാടക ബോർഡറിലുള്ള കാളഹസ്തിയിലേക്ക് പുതുതായി പോലീസുകാരനായി ചാർജ് എടുത്തു വരുന്ന വസുദേവൻ തന്റെ വ്യക്തിജീവിതത്തെയും അന്വേഷണത്തെയും എങ്ങനെ ചുരുളഴിക്കുന്നു എന്നതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ടായി വരുന്നത്. വളരെ പതിയെ തുടങ്ങി ക്യാരക്ടേഴ്സിനെല്ലാം നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ബോറഡില്ലാതെ അവയെല്ലാം കണ്ടിരിക്കാനും സാധിച്ചു. നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ സിനിമയുടെ ടോണും പേസിങ്ങും മാറുന്ന കാഴ്ചയും പിന്നെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് സിനിമ ടോപ്പ് ഗിയറിലേക്ക് പോകുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. അത് വളരെ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് വിക്കിൻ വേണുവും ഉല്ലാസ് ചെമ്പനും ചേർന്ന് ഒരുക്കിയ സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു. ഇവർ ഒരുക്കി വെച്ച സ്ക്രീൻ പ്ലേയെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള പെർഫോമൻസ് ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളടക്കം എല്ലാവരും ഈ സിനിമയിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ചെമ്പൻ വിനോദും ലുക്മാനും മണികണ്ഠനാചാരിയും മേഘ തോമസും എല്ലാം അവർക്ക് കിട്ടിയ വേഷം വളരെ മികച്ചതാക്കിയപ്പോൾ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത് ഗില്ലാ പീസായി വന്ന മെറിൻ ജോസും പ്രവീൺ പേജയും ചെയ്ത പെർഫോമൻസ് ആയിരുന്നു. ആക്ഷൻ സീക്വൻസിലും ആറ്റിറ്റ്യൂഡിലും സ്ക്രീൻ പ്രസൻസിലുമെല്ലാം ഇവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു സിനിമയിൽ ഉടനീളം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവയെല്ലാം പോലെ തന്നെ സിനിമയുടെ നട്ടെല്ലായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് മണികണ്ഠനയ്യപ്പ ചെയ്ത മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും BGM ഡിപ്പാർട്ട്മെന്റുമായിരുന്നു. പലപ്പോഴും സീനിനെയും സിനിമയെയും എലിവേറ്റ് ചെയ്യാൻ പാകത്തിന് അത്രയ്ക്ക് മികച്ച രീതിയിലായിരുന്നു അദ്ദേഹം ഇവയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെല്ലാം പുറമെ സിനിമാറ്റോഗ്രാഫി ചെയ്ത അർമോയും എഡിറ്റിംഗ് നിർവഹിച്ച രോഹിത് BS വാര്യത്തും എസ്പെഷ്യലി സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ കണ്ണൻ ഗൺപത്തും ഒരേപോലെ തന്നെ കൈയടി അർഹിക്കുന്നു എന്ന് വേണം പറയാൻ. അതേപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകൾ പ്ലേസ് ചെയ്ത രീതിയും അതിനെ സ്റ്റേജ് ചെയ്ത രീതിയും അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത രീതിയും എനിക്ക് വളരെ ഫ്രഷായി തന്നെ അനുഭവപ്പെട്ടു. ഇതിനെല്ലാം പുറമെ അഞ്ചക്കള്ളക്കൊക്കാൻ എന്ന മിത്തിനെ കഥയുമായി ഒട്ടും ഫോഴ്സ്ഡ് അല്ലാത്ത രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തതും സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ പാകത്തിന് തന്നെ മികച്ചതായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. അല്പം ചാലഞ്ചിങ്ങും കൺവിൻസ് ചെയ്യിക്കാൻ കുറച്ച് പാടുമുള്ള ഒരു സിനിമയെ ഒട്ടും മോശമാക്കാത്ത രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയി കൈകാര്യം ചെയ്തതിൽ ഒരു ഡെബ്യൂട്ടാന്റ് ഡയറക്ടർ എന്ന രീതിയിൽ ഉല്ലാസ് ചെമ്പൻ വലിയ കയ്യടിയാണ് അർഹിക്കുന്നത്. ഇൻ കൺക്ലൂഷൻ, വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ പോവുകയാണെങ്കിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന മലയാളത്തിലെ വേറിട്ടൊരു അറ്റംപ്റ്റ് ആയാണ് അഞ്ചക്കള്ളക്കൊക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.